ഹായ് ഹലോ വണക്കം, വെൽക്കം ടു സെക്കൻഡ് ഷോ. മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന ഫെബ്രുവരിയിൽ, അതായത് ഈ മാസം റിലീസിന് തയ്യാറെടുക്കുന്ന 7 മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫെബ്രുവരി 9 റിലീസാകുന്ന ടൊവിനോ തോമസ് നായകനായി വരുന്ന ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്ത്. കൽക്കി എന്ന ചിത്രത്തിന് ശേഷം ടൊവിനോ തോമസ് വീണ്ടും ഒരു പോലീസ് വേഷത്തിൽ എത്തുകയാണ്. ഒരു പീരിയോഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണ് ഈ ചിത്രം എത്തുന്നത്. തല്ലുമാലയുടെ വൻ വിജയത്തിന് ശേഷം ടൊവിനോ ആരാധകർ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പുതുമുഖ സംവിധായകനായ ഡാർവിൻ കുര്യാക്കോസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിനോ വി എബ്രഹാം ആണ്. ഈ ചിത്രത്തിന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ പേര് കേട്ട, വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണനാണ് ഈ ചിത്രത്തിന്റെ സംഗീതവും അതുപോലെ പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. ഗൗതം ശങ്കറാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 9 കാത്തിരുന്ന് കാണാം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ ചിത്രം എങ്ങനെയുണ്ട്. ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസ് അല്ല, ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും. ഫെബ്രുവരി 9 തന്നെ റിലീസാവുന്ന മറ്റൊരു ചിത്രമാണ് പ്രേമലു. നസ്ലിനും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഭാവന സ്റ്റുഡിയോസ് ആണ് ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെയും സൂപ്പർ ശരണ്യ എന്ന സിനിമയിലൂടെയും ഒക്കെ വൻ വിജയങ്ങൾ കൊയ്ത സംവിധായകൻ ഗിരീഷ് ഏടിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായും പുതുതലമുറയെ ആകർഷിക്കുന്ന വിധം ഒരു ക്യൂട്ട് റൊമാൻറ്റിക് മൂവിയുമായിട്ടാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തുന്നത്. ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറും ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിഷ്ണു വിജയ്. ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ചു. ഫെബ്രുവരി 15 കേരളം കാത്തിരിക്കുന്ന ആ വൈഡ് റിലീസ്. അതെ, മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം. വിധേയനും പാലേരി മാണിക്യത്തിനും പുഴുവിനും ശേഷം മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയാണ് സിനിമയ്ക്കുള്ളത്. ഭൂതകാലം എന്ന ഹൊറർ ചിത്രമൊക്കെ അണിയിച്ചൊരുക്കിയ രാഹുൽ സദാശിവനാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പഴയകാല നസീറിന്റെയും സത്യന്റെയും ജയന്റെയും ഒക്കെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നൊരു പ്രത്യേകത കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അതെ, ഈ സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായാണ് തിയേറ്ററിൽ റിലീസാവുന്നത്. പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ബ്രഹ്മയുഗം. മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുൾപ്പെടെ നിങ്ങൾക്കുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മൂട്ടിയെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. ഫെബ്രുവരി 15 ബ്രഹ്മയുഗം എന്ന ചിത്രം എങ്ങനെയുണ്ടെന്നറിയാം. ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം, എന്റെ മനക്കിലേക്ക് സ്വാഗതം. 5 സിനിമകളുടെ വൻ പരാജയത്തിനൊടുവിൽ വീണ്ടും ഇതാ നിവിൻ പോളി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഫെബ്രുവരി 15 തന്നെ റിലീസാവുന്ന നിവിൻ പോളിയുടെ ഒരു ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി വീണ്ടും ഒരു കോമഡി ട്രാക്ക് കഥാപാത്രവുമായി രംഗത്തെത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. നിവിൻ പോളിയെ കൂടാതെ ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സംഗീതം, പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. 5 സിനിമകൾ പരാജയപ്പെട്ടെങ്കിൽ പോലും നിവിൻ പോളിയുടെ മറ്റൊരു നല്ല വരവിനായി മലയാളികൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഫെബ്രുവരി 15 മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ എങ്ങനെയുണ്ട്. ഇന്ത്യ ആണോ ഭാരതം? രണ്ടും ഒന്നല്ലേ ബ്രോ, പക്ഷെ നമുക്ക് ഇന്ത്യ മതി. ഫെബ്രുവരി 16 തിയേറ്ററിൽ റിലീസാവുന്ന ഒരു ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ചിദംബരമാണ് ഇതിന്റെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി തുടങ്ങിയ ഒട്ടനവധി പേർ ഇതിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. സുഷിൻ ശ്യാമാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. കുതന്ത്രം എന്ന പ്രൊമോ സോങ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഷൈജു കാലിത്താണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഫെബ്രുവരി 16 മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ഈ ചിത്രം എങ്ങനെയുണ്ടെന്നറിയാം. ഫെബ്രുവരി 16 തന്നെ ബിജു മേനോൻ മുഖ്യ വേഷത്തിലെത്തുന്ന തുണ്ട് എന്ന സിനിമയും റിലീസാവുന്നുണ്ട്. ബിജു മേനോനെ കൂടാതെ ഷൈൻ ടോം ചാക്കോയും ഇതിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. റിയാസ് ഷെരീഫാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജോണി ആന്റണി, ഉണ്ണിമായ പ്രസാദ്, ഗോകുലൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഇതിൽ അണിനിരക്കുന്നുണ്ട് എന്നത് ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. കാത്തിരിക്കാം ഫെബ്രുവരി 16 ബിജു മേനോൻ മുഖ്യ കഥാപാത്രമായി എത്തുന്ന തുണ്ട് എങ്ങനെയുണ്ടെന്നറിയാം. നിന്നെ കൊണ്ട് ഒട്ടും പറ്റിയില്ലെങ്കിൽ നീ തുണ്ടുവെക്ക്. ബാന്ദ്ര എന്ന സിനിമയുടെ പരാജയത്തിന് ശേഷം
ദിലീപ് വീണ്ടും ഒരു നായക വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് തങ്കമണി. ഫെബ്രുവരി 22-നാണ് തങ്കമണി എന്ന ഈ സിനിമയുടെ റിലീസ്. കേരളത്തിൽ വളരെയധികം കുപ്രസിദ്ധി നേടിയ തങ്കമണി എന്ന സംഭവം തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ബസ്സുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഒരു വലിയ കലാപമാവുകയും അത് വലിയൊരു രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന തങ്കമണി എന്ന സംഭവമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയമായി ഇതിന്റെ അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലൊക്കെയാണ് ദിലീപ് ഈ സിനിമയിൽ എത്തുന്നത്. അപ്പോ ആകാംക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം ഫെബ്രുവരി 22-ന് തങ്കമണി എന്ന ചിത്രം എങ്ങനെയുണ്ടെന്നറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം ഇറങ്ങാനിരിക്കുന്ന മലയാള സിനിമകളുടെ ലിസ്റ്റ്. തമിഴ് സിനിമകളിലും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഈ മാസം തന്നെ റിലീസ് ആവുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.